കടകളെ ഉടച്ചുവാ ഉയർന്നുവാ ഉയർന്നുവാ ഉലകിലെ വിജയിച്ചുവാ. താങ്ക് യു. അപ്പോൾ നമ്മളെല്ലാം എൻ്റർടൈൻ ചെയ്യാനായിട്ട് അടിപൊളി ഡാൻസുമായി എത്തുന്നു ആൻ മേരി, അനഘ ആൻഡ് കൊച്ചാനത്ത്. मीठा है कोसा है बारिश का बोसा है, कोसा है कोसा है बारिशों का बोसा है. मीठा है कोसा है बारिश का बोसा है, कोसा है कोसा है बारिशों का बोसा है. जल 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 थल जल थल जल 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 बहता जल. छम 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 मैं नाचू आज छम 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 छम. साया जब से मिला तेरा साया भाया, मुझे हर बार तू भाया लाया, सपने हजार तू लाया ऐसे ऐसे हाँ ऐसे 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 जैसे आया. जब से है यार तू आया छाया, बन के है प्यार तू छाया लाया, सपने हजार तू लाया ऐसे ऐसे हाँ ऐसे ऐसे ऐसे. ಲವ್ 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 ಸಕ್ಕತ್ತಾಗವಳೆ ಸುಮ್ಮನೆ ನಗ್ತಾಳೆ ಕದ್ದು ನೋಡ್ತಾಳೆ ಬಿದ್ದೆ ಬೀಳ್ತಾಳೆ ಸಕ್ಕರೆ ನನ್ನ ಬೊಮ್ಮೆ ಸಕ್ಕತ್ತಾಗವಳೆ ಬಿನ್ನಲೆ ಅಂದ್ರೆ ಯಾಕೋ ಸುಮ್ಮನೆ ನಗ್ತಾಳೆ.
ഇനി നമ്മോട് സംസാരിക്കുവാനായിട്ട് ചങ്ങനാശ്ശേരി രൂപതാ പ്രവാസി അപ്പസ്തോലിയത്തിൻ്റെ ഗ്ലോബൽ കോർഡിനേറ്റർ ശ്രീ ജോ കാവാലത്തെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെരിയ ബഹുമാനപ്പെട്ട തടത്തിലച്ച, നെല്ലിക്കലച്ച പ്രവാസി അപ്പസ്തോലിയറ്റ് PDMA യുടെ കോർഡിനേറ്റർ പ്രിയപ്പെട്ട സാജു, അതോടൊപ്പം തന്നെ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ഷാർജയിലെ ഞങ്ങളുടെ SMCയുടെ കോർഡിനേറ്റർ സോജിൻ, ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പസ്തോലിയറ്റിൻ്റെ UAE കോർഡിനേറ്റർ പ്രിയപ്പെട്ട ജോർജ് മീനത്തേക്കോണിൽ, ഗൾഫ് കോർഡിനേറ്റർ ബിജു മട്ടാഞ്ചേരി, സീനോസിൻ്റെ CEOയും പാലക്കാരിയുമായ പ്രിയപ്പെട്ട ലിസി കെ ഫെർണാണ്ടസ്, ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പാലക്കാരായ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. പാലക്കാരായിട്ടുള്ള ഒരുപാട് കൂട്ടുകാർ എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനമാണ്. കാരണം നിങ്ങൾ പാലക്കാരാണ്. പാലക്കാർ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ സഭയുടെ പാരമ്പര്യവും വിശ്വാസവും കാത്തു സൂക്ഷിക്കാൻ എന്നും ധീരമായിട്ട് പോരാടിയിട്ടുള്ള വ്യക്തികളാണ്. പെരിയ ബഹുമാനപ്പെട്ട തടത്തിലച്ഛനെക്കുറിച്ച് നസ്രാണി സംഗമമൊക്കെ വാർത്തകളിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ ഒരുപാട് പ്രാവശ്യം വാച്ച് ചെയ്യുമ്പോൾ അച്ഛനെക്കുറിച്ച് ഒരുപാട് ബഹുമാനമാണ് തോന്നാറുള്ളത്. അച്ഛൻ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് വളർന്ന് സഭാഗാത്രത്തെ പടുത്തുയർത്തുന്ന ശക്തനായിട്ടുള്ള ഒരു സഭയുടെ തലവനായിട്ട് തന്നെ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അച്ഛൻ ഇവിടെ പറഞ്ഞ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഞാൻ നോട്ട് ചെയ്തു. അതായത് നിങ്ങൾക്കറിയാം, നമ്മുടെ ആലഞ്ചേരി പിതാവ് റിട്ടയർ ചെയ്തതിന് ശേഷം പുതിയൊരു സഭാതലവനെ തിരഞ്ഞെടുക്കാനുള്ള സമയത്ത് ലോകം മുഴുവൻ പ്രാർത്ഥിച്ച പല പേരുകളിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള പേര് പാലാരൂപതയുടെ മെത്രാനായ കല്ലറങ്ങാട്ട് പിതാവിൻ്റേതായിരുന്നു. ഞാനും പ്രാർത്ഥിച്ചു, ഞാനും ആഗ്രഹിച്ചു, നിങ്ങളും ആഗ്രഹിച്ചു, ചങ്ങനാശ്ശേരിക്കാരും ആഗ്രഹിച്ചു, സഭയെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ ആഗ്രഹിച്ചു. ഞാനൊരു മാധ്യമ പ്രവർത്തകൻ്റെ മനസ്സുകൂടി ഉള്ളതുകൊണ്ട് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആക്കാനുള്ളൊരു സംഭവമാണ് അച്ഛനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, എന്തുകൊണ്ടാണ് കല്ലറങ്ങാട്ട് പിതാവ് നോ പറഞ്ഞു എന്നാണ് നമ്മളൊക്കെ കേട്ടത്. അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് മത്സരിക്കാൻ എൻ്റെ പേരിടരുത് എന്ന് പിതാവ് പറഞ്ഞു എന്നാണ് കേട്ടത്. അപ്പം ആ നോയുടെ പിന്നിൽ ബഹുമാനപ്പെട്ട തടത്തിലച്ഛനായിരുന്നു എന്നുള്ളത് ഇന്നിവിടെ നമുക്ക് വ്യക്തമായി. അതോടൊപ്പം തന്നെ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ചങ്ങനാശ്ശേരിയുടെ സമ്പത്ത് മൊത്തം പാലാ പോയപ്പോൾ പോയി, സൗന്ദര്യം മുഴുവൻ കാഞ്ഞിരപ്പള്ളി പോയപ്പോഴും പോയി. സത്യമാണ്. പക്ഷെ എന്നാലും ചങ്ങനാശ്ശേരി ഇന്നും ലോകത്തിൻ്റെ മുൻപിൽ കരുത്തോടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ചങ്ങനാശ്ശേരിക്ക് 2 കാവൽ ദൂതന്മാരുണ്ട്. അതൊന്ന് പാലയും ഒന്ന് കാഞ്ഞിരപ്പള്ളിയുമാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ഒരുപാട് സമയം പ്രോഗ്രാമുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് സന്തോഷവും അഭിമാനവുമുണ്ട്. 2015 ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പ്രവാസികൾക്ക് വേണ്ടി ഒരു സംരംഭം, ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആരംഭിച്ചത്. ഒരു സംഘടനയല്ല. 2011 അഭിവന്ദ്യ പെരുന്തോട്ടം പിതാവ് UAE ഉൾപ്പെടെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും വന്നു. അപ്പോൾ ഞങ്ങളൊക്കെ അതിൻ്റെ സംഘാടക സമിതിയിലുണ്ടായിരുന്നു 2011. അത് ഇവിടെ വന്നു പോയതിന് ശേഷം പിതാവിന് പ്രവാസികളോടുള്ളൊരു കാഴ്ചപ്പാട് മാറി. പ്രവാസികൾ എല്ലാവരും വലിയ സമ്പന്നരൊന്നുമല്ല. അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, ആത്മീയ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, സഭാപരമായ പ്രശ്നങ്ങളുണ്ട്. ഒരു സമുദായം എന്ന നിലയിൽ അവരുടെ ഉള്ളിലെ ആ ബോധം നഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടായപ്പോൾ പിതാവ് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് 2015 ഇത് ആരംഭിച്ചത്. ഏകദേശം 2019 അവസാനമാണ് UAE ആരംഭിച്ചത്. അപ്പോൾ അഭിവന്ദ്യ പിതാവ് പറഞ്ഞ 2 കാര്യം, ഒരു കാര്യം ബഹുമാനപ്പെട്ട തടത്തിലച്ഛൻ ഇവിടെ സൂചിപ്പിച്ചു. അച്ഛൻ പറഞ്ഞ 2 കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്: നിങ്ങൾ പ്രവാസി അപ്പസ്തോലേറ്റിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തരുത്. അത് തന്നെയാണ് പെരുന്തോട്ടം പിതാവിൻ്റെ ഏറ്റവും അടുത്ത പിൻഗാമിയും സുഹൃത്തുമൊക്കെ ആയിട്ടുള്ള കല്ലറങ്ങാട്ട് പിതാവും പറഞ്ഞത്. പണപ്പിരിവ് നടത്തരുത്. 2, നിങ്ങൾ എവിടെയായിരിക്കുന്നോ ആ സഭയുടെ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് മാറണം. നിങ്ങൾ ഏത് ഇടവകയാണോ, ഇപ്പം ഷാർജയിലോ ദുബൈയിലോ അബുദാബിയിലോ, ആ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് ഐക്യത്തിൽ പ്രവർത്തിക്കുക. ഈ 2 കാര്യങ്ങളാണ് പിതാവ് അന്ന് പറഞ്ഞത്. പ്രവാസി അപ്പസ്തോലിയറ്റ് 10 വർഷമായിട്ട് ചങ്ങനാശ്ശേരി അതിരൂപത അത് ശരിക്കും ആത്മാർത്ഥമായിട്ട് നിർവഹിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്.
പൗത്യ പിതാവിൻ്റെയൊക്കെ കൂട്ടത്തിൽ ആത്മീയ ശുശ്രൂഷയിൽ ചെറുപ്പം മുതൽ പ്രവർത്തിച്ചവരാണ് ഇന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്നിരിക്കുന്ന ഞങ്ങൾ 3 പേരും. യുവയുടെ കോർഡിനേറ്റർ ഞങ്ങളുടെയൊക്കെ സീനിയറാണ് ജോർജ് ഏട്ടൻ. പൗത്യപിതാവ് എപ്പോഴും ഞങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്: സഭയോടൊത്ത് ചിന്തിക്കുക, സഭയോടൊത്ത് ജീവിക്കുക. സഭയോടൊത്ത് ചിന്തിക്കുക, സഭയോടൊത്ത് ജീവിക്കുക. പക്ഷെ പെരുന്തോട്ടം പിതാവ് അതിനൊക്കെ ഉപരിയായിട്ട് ഞങ്ങളോട് പറയുന്നത്, അതിരൂപതയിൽ നാം ഒരു കുടുംബമാണ്. പ്രവാസികൾ ലോകത്തിൻ്റെ എവിടെ പോയാലും സ്വന്തം തറവാട് മറക്കാതെ, സ്വന്തം മഹിമ മറക്കാതെ, സ്വന്തം പാരമ്പര്യം മറക്കാതെ, സ്വന്തം സംസ്കാരം മറക്കാതെ അവൻ സഭയോട് ചേർന്ന് നിൽക്കാനുള്ള പ്രചോദനം നൽകുകയാണ് അതിരൂപതയിൽ നാം ഒരു കുടുംബം എന്ന മുദ്രാവാക്യത്തിലൂടെ അഭിവന്ദ്യ പെരുന്തോട്ടം പിതാവ് മുന്നോട്ട് വെച്ച ആശയം. പ്രിയമുള്ളവരെ, ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് ഇന്ന് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും നമുക്ക് ഒരു എക്സിക്യൂട്ടീവ് ടീമുകളുണ്ട്. അവിടെയെല്ലാം നമുക്ക് കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അവരെല്ലാം അതാത് സ്ഥലങ്ങളിൽ ശക്തമായിട്ട് സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, ഒരിക്കലും മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കുന്നവരല്ല. അവരിലൂടെ ചെയ്യാവുന്ന നന്മകളൊക്കെ നമ്മളെ സമൂഹത്തിന് ചെയ്യുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യുന്നു. ഭേദപാഠമില്ലാത്ത സ്ഥലങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രം, ഇപ്പോൾ ഷാർജയിലും ദുബൈയിലും ഒക്കെ കാറ്റഗിസം ഉണ്ട്. ഒരിടത്തും ഇല്ലാത്ത, പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ, ഒമാനിൽ, ചില രാജ്യങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടി ഓൺലൈൻ കാറ്റഗിസം വരെ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംരംഭങ്ങളുണ്ട്. ഇതൊക്കെ പ്രവാസി അപ്പസ്തോലേറ്റ് ചെയ്യുന്നത് സഭയോട് ചേർന്ന് നിൽക്കാനാണ്. ഇപ്പോൾ ചിലരൊക്കെ ചർച്ച തുടങ്ങിയിട്ടുണ്ട്, നമുക്കിവിടെ രൂപത വരുമല്ലോ, എന്തിനാ പിന്നെ നിങ്ങൾ ഈ സംഘടിക്കുന്ന പാലായും ചങ്ങനാശ്ശേരിയും കാഞ്ഞിരപ്പള്ളി, ഇപ്പോൾ ഇടുക്കിയും തുടങ്ങിയിട്ടുണ്ട്, ഇടുക്കിയും താമരശ്ശേരിയും ഒക്കെ. പ്രിയമുള്ളവരെ, ഇവിടെ രൂപത വന്നാലും നമ്മളൊക്കെ ഇവിടെ നിത്യമായിട്ട് നിൽക്കേണ്ടവരല്ല. റിട്ടയർമെൻറ്റ് കഴിയുമ്പോൾ തിരിച്ച് നാട്ടിൽ ചെന്ന് കുറവലങ്ങാട് ചെല്ലുമ്പോൾ നീ ആരാണെന്ന് ചോദിക്കാൻ ഇടവരാതെ സ്വന്തം ഇടവകയോടും സ്വന്തം രൂപതയോടും സ്വന്തം സഭാ സംവിധാനത്തോടും ചേർന്ന് നിൽക്കാൻ ഈ പ്രവാസി അപ്പസ്തോലേറ്റും PDMA ഒക്കെ നമ്മളെ സഹായിക്കും. നിങ്ങളുടെ ഈ ഒരു വലിയ കൂട്ടായ്മയ്ക്ക്, കൂടിച്ചേരലിന് കഴിഞ്ഞ വർഷം എന്നെ വിളിച്ചിരുന്നു, പ്രിയപ്പെട്ട സാജുവിനെ വിളിച്ചിരുന്നു, വരാൻ പറ്റിയില്ല. ഇന്ന് വരാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം തോന്നുന്നു. നിങ്ങളെ കാണാൻ സാധിച്ചതിൽ. ഇതിനകത്ത് 90% പരിചിത മുഖങ്ങളാണ്. നിങ്ങൾ പാലക്കാർ, നിങ്ങൾ എൻ്റെ കൂട്ടുകാരാണ്, സുഹൃത്തുക്കളാണ്, നിങ്ങൾ അഭിമാനമാണ് സഭയ്ക്കും സമൂഹത്തിനും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി ജോ, ഒരു നല്ല സന്ദേശവും നല്ല വാക്കുകളൊക്കെ തന്നത്. ഇനിയൊരു ചെറിയൊരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ PDMAയുടെ ഡയറക്ടർ അച്ഛൻ കുര്യാക്കോസ് അച്ഛൻ ഇപ്പോൾ ഓൺലൈനിൽ വന്നിട്ടുണ്ട്. നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഏറെ സ്നേഹം നിറഞ്ഞ പാലാരൂപതയുടെ പ്രോട്ടോസ് അഞ്ചലസ് വലിയ ബഹുമാനപ്പെട്ട ജോസഫ് തടത്തിലച്ച, ഞങ്ങളുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള നെല്ലിക്കലച്ച, UAEയുടെ PDMA കോർഡിനേറ്റർ സാജിച്ചേട്ട, മറ്റ് ഭാരവാഹികളെ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ, ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, കേൾക്കുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ കേൾക്കുന്നുണ്ടോ സോജിൻ? ഓക്കെ, താങ്ക് യു. ഞാൻ വളരെ ചുരുങ്ങി 2 മിനിറ്റ് മതി എനിക്ക്. കാരണം ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുന്നതിനിടയിൽ ഓൺലൈനിൽ കയറുമ്പോൾ അത് അസ്വസ്ഥത ഉണ്ടാക്കിയുള്ളൂന്ന് എനിക്കറിയാം. എങ്കിലും നിങ്ങളുടെ കൂടെ ആയിരിക്കാനായിട്ട് ലഭിച്ച ഒരു വലിയ അവസരമാണ്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വലിയൊരു കൂട്ടായ്മയാണ്, വലിയൊരു ശക്തിയാണ് നമ്മുടെ പാലക്കാരുടെ കൂട്ടായ്മ. ഇതിനു തൊട്ട് മുമ്പ് പ്രസംഗിച്ച വ്യക്തി വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചു. കൂട്ടായ്മയുടെ പ്രസക്തി എന്താണ്, നമ്മൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പോൾ വലിയൊരു ശക്തി നമുക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ശക്തി എന്നുള്ളത് വെറുതെ നമ്മുടെ ശക്തി പ്രകടനം നടത്താനായിട്ടുള്ള ഒരു വഴിയല്ല. അതിനപ്പുറത്ത് പരസ്പരം സഹായിക്കുക, സഹകരിക്കുക, ഒന്നിച്ച് നിൽക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുക. ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും എന്ന കാര്യം സംശയമില്ല. എന്നെ ഈ ദിവസങ്ങളിലെല്ലാം ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തിരുന്നു. UAEയിൽ നിന്നും കോണ്ടാക്ട് ചെയ്ത പലരും ആദ്യമായിട്ട് UAEയിൽ വന്നവരാണ്. ജോലി ഉള്ളവരുണ്ട്, ജോലി ഇല്ലാത്തവരുണ്ട്, ജോലി അന്വേഷിക്കുന്നവരുണ്ട്, അങ്ങനെ പല വിധത്തിലുള്ള, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രാർത്ഥന സഹായം ആവശ്യമുള്ളവരുണ്ടായിരുന്നു. ഇങ്ങനെ പല വിധത്തിൽ ആളുകൾ സമീപിച്ചു. സമീപിക്കുമ്പോൾ നമ്മളുടെ കൂടെ, നമ്മളുടെ നാട്ടില് UAEയിൽ നമ്മൾ പാലായിൽ നിന്ന് വിട്ട് മറ്റൊരു നാട്ടിലായിരിക്കുമ്പോൾ നമ്മളോട് കൂടെ നിൽക്കാനായിട്ട് കുറച്ച് ആളുകൾ ഉണ്ട് എന്നുള്ള ബോധ്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ആ ബോധ്യം
ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു വലിയ വേദിയായിട്ടാണ് ഈ കൂട്ടായ്മ സംഗമത്തെ നമ്മൾ കാണുക. അപ്പൊ അങ്ങനെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പരസ്പരം പരിചയപ്പെടുന്നു. ഞാൻ ഈ കൂട്ടായ്മ നടത്തുമ്പോൾ നിങ്ങളോട് എല്ലാവരോടും ഏറെ സ്നേഹത്തോടെ ആവശ്യപ്പെടുന്ന ഏക കാര്യം ഇതാണ്. നിങ്ങൾ ഇന്ന് ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തിട്ട് പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഒരു 10 പേരെങ്കിലും പുതിയതായിട്ട് ചേരണം. പുതിയ അംഗങ്ങളെ കാണുവാനും പരിചയപ്പെടുവാനും അവരുടെ നാട്ടിലെവിടെയാണെന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ, അവരുടെ വീട് എവിടെയാണ്, അവിടെ UAE എവിടെയാണ് അവർ താമസിക്കുക എന്ന് തുടങ്ങിയ കാര്യങ്ങൾ കുറെ പേരോട് ചോദിച്ച് മനസ്സിലാക്കി ബന്ധപ്പെട്ട് ആ ബന്ധങ്ങളെ വീണ്ടും ഭാവിയിൽ ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചാൽ അതായിരിക്കും ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ വിജയം. നമ്മൾ വന്നു, പങ്കെടുത്തു എന്നുള്ളതിനപ്പുറത്ത് വലിയൊരു റിസൾട്ട് ഉണ്ടാക്കി എന്ന് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വിഷമിക്കുന്നവരുണ്ട്, ജോലിയിൽ പ്രയാസങ്ങളുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പരസ്പരം ഒന്ന് പറയുവാനായിട്ട് ഈ വേദി ഉപകരിക്കണം. അങ്ങനെ പരസ്പരം പറയണം. അങ്ങനെ വിഷമങ്ങളുള്ളവരുണ്ടെങ്കിൽ സഹായിക്കാൻ പറ്റുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടായ്മയിലുണ്ട്. അങ്ങനെ സഹായിക്കാൻ പറ്റുന്നവര് പരസ്പരം സഹായ ഹസ്തങ്ങൾ നീട്ടിക്കൊടുക്കണം. അതും ഈ കൂട്ടായ്മയുടെ നിലനിർത്തുന്ന ഘടകമായിട്ട് തീരണം എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അങ്ങനെ തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ എല്ലാ കൃപകളും നമ്മുടെ ഈ കൂട്ടായ്മയോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. വലിയ ബഹുമാനപ്പെട്ട തടത്തിലച്ചനും നെല്ലിക്കലച്ചനും ഒക്കെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എനിക്കറിയാം. കാരണം പാലക്കാരുടെ നമ്മുടെ ഒരു കുടുംബത്തിൽ വരുന്ന ഒരു പ്രതീതി തന്നെയാണ് അവിടെ വരുമ്പോൾ കിട്ടുക എന്ന ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷിക്കും. ആ കൂട്ടായ്മയുടെ സ്പിരിറ്റ് നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ നാളെ വീണ്ടും നാട്ടിൽ വെച്ചോ എവിടെയെങ്കിലും ഒക്കെ വെച്ചോ കാണുമ്പോൾ പരസ്പരം ഒന്ന് ഗ്രീറ്റ് ചെയ്യാവുന്ന ഒരു വ്യക്തിബന്ധം വളർത്തിയെടുത്തിട്ട് മാത്രമേ പോകാവുള്ളൂ. അതിനുള്ള വേദിയായിട്ട് ഇത് തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിനെ ഇന്ന് ഈ വിധത്തിൽ യാഥാർത്ഥ്യമാക്കി എടുക്കാനായിട്ട് നമ്മളുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള സാജു ചേട്ടന്റെ നേതൃത്വത്തിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അതുപോലെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ ഓരോരുത്തരും, സെക്രട്ടറി, ജോയിന്റ്, അങ്ങനെ ഓരോരുത്തരും ഞാൻ പേര് എടുത്ത് പറയുന്നില്ല. പറയാതെ തന്നെ അവരുടെ ഒരു മാസങ്ങളായിട്ടുള്ള അധ്വാനത്തിന്റെ റിസൾട്ടാണിത്. അപ്പൊ അവരെ എല്ലാം ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു. ഒരുപാട് അവരുടെ ജോലികൾക്കിടയിൽ, ജോലി തിരക്കിനിടയിൽ, കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ നമ്മളെ ഒരുമിച്ച് ചേർത്ത് നിർത്താനായിട്ട്, നമ്മളൊരു കുടുംബമാണ്, ഒരു വലിയ കുടുംബമാണ് പാലാ രൂപത കുടുംബം എന്ന ബോധ്യത്തോടു കൂടി ഒരുമിച്ച് നിർത്താനായിട്ട് കാണിച്ച വലിയ താല്പര്യത്തിന്, ലീഡർഷിപ്പിന് ഞാൻ ഏറ്റവും ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ അഭിവന്യ പിതാവിന്റെ ആശീർവാദമൊക്കെ തടത്തിലച്ചൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരും. പിതാവിന്റെ പ്രാർത്ഥനകളും ആശംസകളും ഉണ്ട്. ഇന്ന് നിങ്ങൾക്കറിയാം, ചങ്ങനാശ്ശേരിയിലെ കൂവക്കാട്ട് പിതാവിന്റെ എപ്പിസ്കോപ്പൽ ഓർഡിനേഷൻ നടക്കുകയാണ്. പിതാവ് അങ്ങോട്ട് രാവിലെ തന്നെ പോയി. അപ്പൊ അതിന്റെ കാര്യങ്ങളിലാണ്. പിതാവ് തിരക്കിൽ ആയിരിക്കുന്ന വ്യക്തിയുമാണ്. തീർച്ചയായിട്ടും നമ്മളുടെ ഇത് പരിപാടിയെക്കുറിച്ച് അന്വേഷിക്കുകയും നമുക്ക് വേണ്ട പ്രാർത്ഥനാ സഹായങ്ങളും നിർദ്ദേശങ്ങളും അപ്പപ്പോ തരികയും ചെയ്യുന്ന കാര്യത്തിലും കൂട്ടായ്മ നിലനിർത്തണം എന്ന കാര്യത്തിലും പിതാവും വളരെ താല്പര്യത്തോടു കൂടിയാണ് എന്നും മുന്നോട്ട് പോവുക. അതിനെ എല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. നല്ലൊരു കൂട്ടായ്മയിൽ, പാലക്കാരുടെ കൂട്ടായ്മ അത് എന്നും ശക്തിയുള്ള കൂട്ടായ്മയാണ്. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഇനിയുള്ള സമയവും നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യുക. സ്നേഹ വിരുന്നുണ്ട്, അതിൽ പങ്കെടുക്കുക. പരസ്പരം പരിചയപ്പെടാനുള്ള വേദികളുണ്ട്, അത് ഉപയോഗിക്കുക. എനിക്ക് ഏറ്റവും മിസ്സിങ് മറ്റൊരു നൊസ്റ്റാൾജിക് ഒരു കാര്യം അവിടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതിന് മാറ്റം വന്നിട്ടില്ലായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വലിയ പാലക്കാരുടെ എന്നും ഒരു വൈബ്രേഷനാണല്ലോ ചെണ്ടമേളമൊക്കെ പാലക്കാരുടെ ചെണ്ടമേളം ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിരുന്നു. അപ്പൊ അതൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന പ്രാർത്ഥനയോടെ, ആശംസയോടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു അച്ഛ. അച്ഛൻ്റെ നല്ല വാക്കുകൾക്ക്. അച്ഛന് തിരക്കുകളുണ്ടായിരുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്, എല്ലാം അറിയാം. എങ്കിലും ഞങ്ങളെ കാണുവാനും, ഓൺലൈനിലൂടെയാണെങ്കിലും ഞങ്ങളെ കാണുവാനും, ഞങ്ങളോട് 2 വാക്ക് സംസാരിക്കുവാനും, ഞങ്ങളെ ആശീർവദിക്കുവാനും അനുഗ്രഹിക്കുവാനും വേണ്ടി അച്ഛനെത്തിയതിന് ഞങ്ങളുടെ ഈ PDMA UAE കോർ ടീം അംഗങ്ങളുടെ പേരിലും എല്ലാ മെമ്പേഴ്സിൻ്റെ പേരിലും വളരെ ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. താങ്ക് യു. ജോയൽ, ജൊഹാൻ, ടിയാന, എൽസ ആൻഡ് ടെസ, ഇനി അവരാണ് അടുത്തായിട്ട് ഒരു അടിപൊളി ഡാൻസ് ആയിട്ട് വരുന്നത്. आंखों को झुका के रख ले, गोरे गोरे गालों को छुपा के रख ले।
என்ன மாமா உங்க ஆட்டத்துக்கு ஊரே ஆடுமே, அதுக்கு ஒரு அடிய போட்டு விடுவோம் அப்படின்ற. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കോർ ടീം വിവിധങ്ങളായ മത്സരങ്ങൾ നടത്തിയിരുന്നു. അടുത്തതായി അതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ്. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ബോസ്കോ അങ്കിൾ, പ്രിൻസ് അങ്കിൾ, ജോർജ് കുറ്റ്യാനി അങ്കിളെയും പ്രൈസ് കൊടുക്കാനായി ബഹുമാനപ്പെട്ട വൈദികരെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലിയ ബഹുമാനപ്പെട്ട തടത്തിലച്ച, നെല്ലിക്കലച്ച, കഴിഞ്ഞ ഡിസംബറിൽ UAയിലുള്ള PDMA കുടുംബാംഗങ്ങൾക്കായി ക്രിസ്മസിനോടനുബന്ധിച്ച് ഫാമിലി കരോൾ കോമ്പറ്റീഷനും പുൽക്കൂട് മത്സരവും നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഫാമിലിയ 2024 വിവിധ കാറ്റഗറികളിലായി സിംഗിങ് കോമ്പറ്റീഷനും നടത്തുകയുണ്ടായി. ബഹുമാനപ്പെട്ട ജോർജ് നെല്ലിക്കലച്ചൻ്റെ നേതൃത്വത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ഈ പ്രോഗ്രാം ഒരു വലിയ വിജയമാക്കുകയും ചെയ്തു. മത്സരങ്ങളിൽ വിജയിച്ചവരെ നമ്മൾ വ്യക്തിപരമായി അറിയിച്ചിരുന്നു. അവർക്കുള്ള സമ്മാനദാനമാണ് ഇപ്പോൾ നടക്കുക. സമ്മാനാർഹർ എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് കടന്നു വന്ന് സമ്മാനങ്ങൾ കൈപ്പറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സമ്മാനദാന വിതരണത്തിനായി പെരിയ ബഹുമാനപ്പെട്ട ജോസഫ് തടത്തിലച്ചനെയും നെല്ലിക്കലച്ചനെയും അതോടൊപ്പം തന്നെ UAയുടെ കോർഡിനേറ്റർ സാജു ജോസഫിനെയും ക്ഷണിക്കുന്നു. ആദ്യമായി ക്രിസ്മസ് കരോൾ സോങ് കോമ്പറ്റീഷൻ. ഫസ്റ്റ് പ്രൈസ് ജെറിൻ രാജ ആൻഡ് ഫാമിലി. ജെറിൻ രാജ ആൻഡ് ഫാമിലി, സെൻറ് മേരീസ് ചർച്ച്, ദുബായ്. സെക്കൻഡ് പ്രൈസ് ബിജോയ് ആൻഡ് ഫാമിലി. ആശ ബിജോയ് ആൻഡ് ഫാമിലി, സെയിൻറ്റ് ജോസഫ് ചർച്ച്, അബുദാബി. ഫസ്റ്റ് പ്രൈസ് ജെറിൻ രാജ ആൻഡ് ഫാമിലി, സെൻറ് മേരീസ് ചർച്ച്, ദുബായ്. സെക്കൻഡ് പ്രൈസ് ആശ ബിജോയ് ആൻഡ് ഫാമിലി, സെയിൻറ്റ് ജോസഫ് ചർച്ച്, അബുദാബി. തേർഡ് പ്രൈസ് 2 പേർക്കാണ്. അഭിലാഷ് കുര്യൻ ആൻഡ് ഫാമിലി, ആനി സിറിൽ ചാവറ ആൻഡ് ഫാമിലി. തേർഡ് പ്രൈസ് അഭിലാഷ് കുര്യൻ ആൻഡ് ഫാമിലി,
Annie Cyril Chavra and family. അടുത്തതായി ക്രിക്ക് കോമ്പറ്റീഷൻ ഫസ്റ്റ് പ്രൈസ് സിറിൽ സി ചാവറ ആൻഡ് ഫാമിലി. ക്രിക്ക് കോമ്പറ്റീഷൻ ഫസ്റ്റ് പ്രൈസ് സിറിൽ സി ചാവറ ആൻഡ് ഫാമിലി, സെയിൻറ്റ് മേരീസ് ചർച്ച് അലൈൻ. സെക്കൻഡ് പ്രൈസ് ജെറിൻ രാജ് ആൻഡ് ഫാമിലി, സെയിൻറ്റ് മേരീസ് ചർച്ച് ദുബായ്. സെക്കൻഡ് പ്രൈസ് 2 പേർക്കാണുള്ളത്, ജെറിൻ രാജ് ആൻഡ് ഫാമിലി ആൻഡ് ഐസക് വർഗീസ് ആൻഡ് ഫാമിലി. തേർഡ് പ്രൈസ് മാത്യൂസ് ടി എബ്രാഹാം ആൻഡ് ഫാമിലി, സെയിൻറ്റ് ആന്റണീസ് ചർച്ച് റാസൽ കൈമ. തേർഡ് പ്രൈസ് മാത്യൂസ് ടി എബ്രാഹാം ആൻഡ് ഫാമിലി. അടുത്തതായി പ്രൊഫിഷ്യൻസി പ്രൈസസ് ആണ്. ജോബി ജേക്കബ് ആൻഡ് ഫാമിലി, ബോസ്കോ എബ്രാഹാം ആൻഡ് ഫാമിലി, ജോർജ് കുറ്റ്യാനി ആൻഡ് ഫാമിലി, അഖിൽ ഫ്രാൻസിസ് ആൻഡ് ഫാമിലി, അന്ന നിക്സൺ ആൻഡ് ഫാമിലി, മെർഫിൻ മാത്യു ആൻഡ് ഫാമിലി. പ്രൊഫിഷ്യൻസി പ്രൈസസ് ജോബി ജേക്കബ് ആൻഡ് ഫാമിലി. ബോസ്കോ എബ്രാഹാം ആൻഡ് ഫാമിലി. ജോർജ് കുറ്റ്യാനി ആൻഡ് ഫാമിലി. അഖിൽ ഫ്രാൻസിസ് ആൻഡ് ഫാമിലി. Akhil Francis and family, Anna Nixon and family, Merfin Matthew and family. അടുത്തതായി senior singing competitions, first prize Deepa Sunil, Our Lady of Perpetual Help, Fujairah. First prize Deepa Sunil. ദേവിച്ചേച്ചി 1 മിനിറ്റ്. സീനിയർ സിംഗിങ് കോമ്പറ്റീഷൻസ് ദീപ സുനിൽ, ഫസ്റ്റ് പ്രൈസ്. സെക്കൻഡ് പ്രൈസ് ആശ ബിജോയ്, 2 പേർക്കാണ്, അഭിലാഷ് കുര്യൻ. ആശ ബിജോയ് ആൻഡ് അഭിലാഷ് കുര്യൻ. Asha Bijoy, St. Joseph Church, Abu Dhabi. Abhilash Kurian, St. Mary's Church, Dubai. Third prize, Swapna Benny, St. Joseph Church, Abu Dhabi. Third prize, Swapna Benny. Proficiency prizes Viji Biju Joseph, Annie Cyril. Viji Biju Joseph and Annie Cyril. Junior singing competition, first prize Sharon Rajesh, St. Michael's Church, Sharjah.
ജൂനിയേഴ്സ് സിംഗിങ് ഫസ്റ്റ് പ്രൈസ് ഷാരോൺ രാജേഷ്. രാജേഷ് ചേട്ടനാണ് വാങ്ങുന്നത്. സെക്കൻഡ് പ്രൈസ് അനന ബിജു ജോസഫ്. തേർഡ് പ്രൈസ് 2 പേർക്കാണ്, ഏഞ്ചല മേരി അഭിലാഷ് ആൻഡ് നൈറിൻ ജോസഫ്. തേർഡ് പ്രൈസ് ഏഞ്ചല മേരി അഭിലാഷ്, സെയിൻറ്റ് മേരീസ് ചർച്ച്, ദുബായ്, ആൻഡ് നൈറിൻ ജോസഫ്, സെയിൻറ്റ് മേരീസ് ചർച്ച്, ദുബായ്. പ്രൊഫഷൻസി പ്രൈസസ് യേഷർ ആന്റണി ജോർജ്, അഭിന ഡെന്നീസ്, സിയ എൽസ സിറിൽ. പ്രൊഫഷൻസി പ്രൈസസ് യേഷർ ആന്റണി ജോർജ്, അഭിന ഡെന്നീസ്, സിയ എൽസ സിറിൽ. സബ് ജൂനിയർ സിംഗിങ് ഫസ്റ്റ് പ്രൈസ് ജഹിയ തെരേസ് ജെറിൻ. സബ് ജൂനിയർ സിംഗിങ് ജഹിയ തെരേസ് ജെറിൻ. ഫാമിലി സോങ് കോമ്പറ്റീഷൻസിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്ന ആശ ബിജോയ് ആൻഡ് ഫാമിലി. ഫാമിലി സോങ് കോമ്പറ്റീഷൻസിൽ ഫസ്റ്റ് പ്രൈസ് ആശ ബിജോയ് ആൻഡ് ഫാമിലി. സെക്കൻഡ് പ്രൈസ് ഷീജ സിബി ആൻഡ് ഫാമിലി, ബിജു ജോസഫ് ആൻഡ് ഫാമിലി. ഫാമിലി സോങ് ഫസ്റ്റ് പ്രൈസ് ആശ ബിജോയ് ആൻഡ് ഫാമിലി. Second prize Sheija Sibi and family. Biju Joseph and family. തേർഡ് പ്രൈസ് 2 പേർക്കാണ്, ആനി സിറിൽ ആൻഡ് ഫാമിലി, ജെറിൻ രാജ് ആൻഡ് ഫാമിലി. ഫാമിലി സോങ് തേർഡ് പ്രൈസ് ആനി സിറിൽ ആൻഡ് ഫാമിലി. ജെറിൻ രാജ് ആൻഡ് ഫാമിലി. താങ്ക് യു തടത്തലശ, നെല്ലിക്കലശ. ഇപ്പോൾ ഇത്രയും നേരമായിട്ട് നമ്മൾ കുട്ടികളൊക്കെ ഡാൻസ് കളിക്കുന്ന കണ്ടുകൊണ്ടിരുന്നത്. ഇനി നമ്മുടെ മുതിർന്ന അങ്കിൾമാരും ആൻറ്റിമാരും ഒരു ഫാമിലി ഡാൻസാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റേജിലേക്ക് രാജേഷ് തോമസ് ആൻഡ് സിമി, സജിത്ത് ആൻഡ് ടെസ്, ബിജു ജോസഫ് ആൻഡ് വിജി ബിജു എന്നിവരെ നമുക്ക് ക്ഷണിക്കാം. മധുപകരു മലർ ചൊരിയു അനുരാഗ പൗർണമിയേ, നീ മധുപകരു മലർ ചൊരിയു അനുരാഗ പൗർണമിയേ, നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ, നീ മധുപകരു മലർ ചൊരിയു അനുരാഗ പൗർണമിയേ.
വിളക്കു വേണ്ട മുകിൽ കാണേണ്ട ഈ പ്രേമ സല്ലാപം കളി പറഞ്ഞിരിക്കും കിളി തുടങ്ങിയല്ലോ സന്ധ്യാഗ സംഗീതം ഇരുതരളുകളിൽ വിരുന്നു വന്നു മായാത്ത മധുമാസം നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ നീ മധുപകരൂ മലർച്ചൊരിയൂ അനുരാഗ പൗർണമിയേ മാനം കഥ പറഞ്ഞു താരം കേട്ടിരുന്നു ആകാശമണിയറയിൽ മിഴിയറിയാതെ നിൻ ഹൃദയമിതിൽ ഞാൻ ചോരനായി കടന്നു ഉടലറിയാതെ ഉലകറിയാതെ നിൻ മാനസം കവർന്നു നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ നീ മധുപകരൂ മലർച്ചൊരിയൂ അനുരാഗ പൗർണമിയേ. നമുക്കറിയാം ആത്മീയ മേഖലയിൽ സേവനം അനുഷ്ഠിക്കുന്ന കുറേ പേരുണ്ട് നമ്മുടെ ഇടയിൽ. അവരെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ കടമയും കൂടെയാണ്. ഇനി ആ ആദരവ് അറിയിക്കുന്ന ഒരു നിമിഷമാണ്. ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു PDMA UAE കോർഡിനേറ്റർ സാജു ജോസഫ്, പ്രോഗ്രാം കോർഡിനേറ്റർ ബിജു ജോസഫ്, പ്രിയപ്പെട്ട വൈദികർ എന്നിവരെ ഞാൻ ക്ഷണിക്കുന്നു. അതോടൊപ്പം മുൻ കോർഡിനേറ്റർ സോജിൻ ജോണിനെ കൂടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇത്ര ചെറുതാകുവാൻ എത്ര വളരണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. ഒത്തിരി പ്രസിദ്ധമായൊരു പാട്ടിൻ്റെ ഈരടിയാണ്. ബഹുമാനപ്പെട്ട തടത്തിലച്ചൻ്റെ ഇടവക്കാരൻ കൂടിയായ ബഹുമാനപ്പെട്ട ജോയി ചെഞ്ചേരിലച്ചൻ സംഗീതം നിർവഹിച്ചൊരു പാട്ടാണ്. നമ്മുടെ ദേവാലയത്തിലൊക്കെ പാടി പതിഞ്ഞൊരു പാട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ UAE ജീവനുള്ള ഈശോയെ നമ്മുടെ കരങ്ങളിലേക്കൊക്കെ പകർന്നു തരുന്ന ഒത്തിരി നന്മയുള്ള കരങ്ങൾ നമ്മുടെ ഈ പാലാരൂപതയിൽപ്പെട്ടിട്ടുണ്ട്. അവരെ ഒന്ന് ആദരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അവസരം വിനിയോഗിക്കുന്നത്. ഞാൻ പേര് വിളിക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് കയറി വരാം. ആദ്യത്തെ 2 അവാർഡിന് ചെറിയ പ്രശ്നമുണ്ട്. അത് ഈ മുമ്പിൽ നിൽക്കുന്ന 2 പേർക്ക് അതിപ്പോൾ എങ്ങനെ കൊടുക്കുന്നുണ്ട്. ഏറ്റവും സായുചേട്ടനാണ്. വളരെ വർഷങ്ങളായിട്ട് ലേമിൻസ്റ്ററായിട്ട് സേവനം അനുഭവിക്കുന്നത്. ജബലലി പള്ളിയിലാണ് സായുചേട്ടൻ. അത് ഷാർജ പള്ളിയിലെ ലേമിൻസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട സോജി ചേട്ടൻ. അടുത്തത് ജോസ് മാനുവൽ മണിമലപ്പറമ്പിൽ. ബഹുമാനപ്പെട്ട ബെറ്റി ജേക്കബ്. ബെറ്റി ചേച്ചിക്ക് കഴിഞ്ഞ പ്രാവശ്യം സമയക്കുറവ് മൂലം എത്താമല്ല, നാട്ടിൽ പോയതായെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നില്ല. അത് സിമി രാജേഷ്, സിറിൽ സി ചാവറ, ബിൻസ് ജേക്കബ്, റജി ബിൻസ്. സോണിയ ലൂക്ക്, ലിസ ഡൊമിനിക്, ടോം തോമസ്, ജോയ്സൺ ജോസഫ്,
ഷാജി തോണക്കര, ശ്രീ ഷാജി തോണക്കര, ജോർജ് കുറ്റിയാനി, സിമി ഡെന്നിസ്, വിജി ബിജു ജോസഫ്, മാത്യു ജോസഫ്, ബെന്നി ജോൺ, എലിസബത്ത് ജോർജ്. അടുത്തതായിട്ട് കാറ്റക്കിസ്റ്റായിട്ട് സേവനം ചെയ്യുന്നവരാണ്. പൊതുവെ നമ്മുടെ ഇടവുകളിലൊക്കെ സിസ്റ്റേഴ്സ് ചെയ്യുന്ന പരിപാടി ഇവിടെ കൂടുതൽ അൽമായനാണുള്ളത്. അതിൽ വർഷങ്ങളായിട്ട് സേവനം ചെയ്യുന്നവരാണ്. അടുത്തതായിട്ട് സിമി ഡെന്നിസ് ഷാർജ പള്ളിയിലെ കാറ്റക്കിസ്റ്റായിട്ടും ലേമിനിസ്റ്ററായിട്ടും സേവനം ചെയ്യുന്നതാണ്. അതുപോലെ സീറോ മലബാറിൻ്റെ അസിസ്റ്റന്റ് കോർഡിനേറ്ററാണ്. വിജി ബിജു ജോസഫ്, ശ്രീ ബിനി മാത്യു, നിമ്മി പ്രിൻസ്, ബെന്നി ജോൺ, എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യാനും ഫോട്ടോയൊക്കെ അപ്ലോഡ് ചെയ്യാനും നിങ്ങൾ കാണിച്ച ഒരു താല്പര്യത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. കൂടാതെ ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിയാനി ചേട്ടൻ ഇപ്രാവശ്യമെല്ലാം നമുക്ക് വേണ്ടി ഈ മൊമൻറ്റോസ് സെറ്റ് ചെയ്തത്. ഈ മൊമൻറ്റോ കിട്ടിയവർക്ക് ഇതുപോലത്തെ ഒരു ബോക്സ് ഉണ്ട്. അത് ഇവിടെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ അതിലിട്ടുകൊണ്ട് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം. താങ്ക് യു. ഇനി ഒരു റാഫിൾ ഡ്രോയാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ പേരും ഫോൺ നമ്പറൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. ജോയി ആലുക്കാസ് തന്നിരിക്കുന്ന 3 ഗിഫ്റ്റ് വൗച്ചേഴ്സാണ്. അപ്പോൾ അതിൻ്റെ റാഫിൾ ഡ്രോ നടക്കുകയാണ്. സോജിൻ, സജ്ജത. സെബി തോമസ്, ലാസ്റ്റ് നമ്പർ 655. ഇത് 5th പ്രൈസാണ്. 4th പ്രൈസ് ജോസ് ജോർജ്, ലാസ്റ്റ് നമ്പർ 520. ജോസ് ജോർജ്, ഓടി വരൂ. Third place Benny Jose, last number 065.
Second prize, Juan Joseph. Last number 676. Juan Joseph. ഇവിടെ ആളെവിടെ? ലാസ്റ്റ് ഫസ്റ്റ് പ്രൈസ്. ക്രിസ്റ്റോ കുര്യൻ. ലാസ്റ്റ് നമ്പർ 311. അവൻ്റെ പേര് ക്രിസ്റ്റോ കുര്യൻ. ഫസ്റ്റ് പ്രൈസ്. സെക്കൻഡ് പ്രൈസ് ജുവാൻ ജോസഫ്. തേർഡ് പ്രൈസ് ബെന്നി ജോസ്. ഫോർത്ത് പ്രൈസ് ജോസ് ജോർജ്. ഫിഫ്ത്ത് പ്രൈസ് സെബി തോമസ്. ഇനി നമ്മൾ ഒരു ആദരിക്കൽ ചടങ്ങാണ്. നമുക്കറിയാം നമ്മുടെ ഇടയിൽ ഒരു സെലിബ്രിറ്റി ഉണ്ട്, ഒരു താരകമുണ്ട്, ഒരു സ്റ്റാറുണ്ട്, ഒരു നിർമ്മാതാവുണ്ട്, ഒരു ലിറിസിസ്റ്റ് ഉണ്ട്, ഒരു സംഗീത സംവിധായകയുണ്ട്, സർവോപരി നമ്മുടെ എല്ലാം ഒരു സഹോദരിയുണ്ട്. ലിസി കെ ഫെർണാണ്ടസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ പാലാരൂപതയുടെയും സീറോ മലബാർ സഭയുടെയും ആഗോള സഭയ്ക്ക് തന്നെ അഭിമാനമെന്ന് നമുക്ക് പറയാവുന്ന മോൺസിഞ്ഞോർ റവറൻഡ് ഡോക്ടർ ജോസഫ് തടത്തിലച്ച, എൻ്റെ കൂടെ എപ്പോഴും യാത്ര ചെയ്യുകയും എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ജോർജ് നെല്ലിക്കലച്ച, നമ്മളോട് ഇപ്പോൾ ഇല്ലെങ്കിലും പ്രാർത്ഥനയോടെ നമ്മളെല്ലാം ഓർത്ത പോലെ കുര്യാക്കോസ് വെള്ളച്ചാലച്ചനുണ്ട്. സ്നേഹം നിറഞ്ഞ PDMAയുടെ UAയുടെ കോർഡിനേറ്റർ സായിച്ചായ, സീന്യൂസിൻ്റെ ചീഫ് എഡിറ്ററും പ്രവാസി അപ്പസ്റ്റോലേറ്റ് ചങ്ങനാശ്ശേരിയുടെ ഗ്ലോബൽ കോർഡിനേറ്ററുമായ എൻ്റെ സുഹൃത്തുമായ ജോ, ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് ആരെങ്കിലും വിട്ടുപോകുന്നതുകൊണ്ട് എല്ലാ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇത് അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷങ്ങളാണ് ഞാനിപ്പം ഇവിടെ അനുഭവിക്കുന്നതെങ്കിലും ഈ അഭിമാനം എനിക്ക് പകർന്നു തന്നത് എൻ്റെ സഭയാണ്. ലിസി ഫെർണാണ്ടസ് എന്ന് പറഞ്ഞ ഒരാൾ നീലൂർ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിൽ 10 വയസ്സിൽ ഹാർമോണിയം വായിച്ച് പള്ളിയിൽ ഇടവകയിൽ പാട്ടുപാടി തുടങ്ങിയെങ്കിൽ ആ ഹാർമോണിയം വായിച്ചുകൊണ്ടുള്ള ഫസ്റ്റ് സീൻ എടുത്ത് ഞാൻ പോലും പ്രതീക്ഷിച്ചതല്ല. അങ്ങനെ ഒരു സീനിന് വേറെ നടിമാരെയൊക്കെ അന്വേഷിച്ചതാണ്. പക്ഷേ എൻ്റെ ദൈവം എനിക്ക് തന്ന സമ്മാനമാണെന്ന് ഞാൻ ഓർക്കുകയാണ്. ഒരു മലയുടെ മണ്ടയിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന എൻ്റെ വല്യമ്മ എല്ലാ ദിവസവും ഹാർമോണിയം വായിച്ച് പാടാൻ വേണ്ടി 10 വയസ്സുള്ള എന്നെ കൊണ്ടുവന്നെങ്കിൽ ആ ഹാർമോണിയം വായിച്ച് ഒരു പാട്ട് തുടങ്ങിക്കൊണ്ട് നല്ല മാതാവേ മരിയേ നിർമ്മല യൗസേ പിതാവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അടുത്ത കാലത്തൊന്നും ചെയ്യാത്തൊരു സംഭവം ഒരു സിനിമയിൽ കൊണ്ടുവരാൻ വേണ്ടി ദൈവം അനുവദിച്ചെങ്കിൽ ആ ദൈവത്തിൻ്റെ കൃപ മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് 100 സിനിമ ചെയ്താലും ഇത് തന്നെ ഞാൻ പറയും. കാരണം നിസ്സഹായമായ ലോകമാണ്, നിസ്സഹായമായ ലോകം, അസാന്നിധ്യത്തിൻ്റെ ലോകം. കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നമ്മുടെ അസാന്നിധ്യം എത്ര വലുതാണെന്ന് കണ്ണ് തുറന്ന് ചിന്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ 1.5 വർഷം വേറെ ഒരു പണിയും ചെയ്യാതെ ഈ സിനിമ എന്ന് പറഞ്ഞൊരു രംഗത്തിറങ്ങി അതിൻ്റെ ഓരോ മേഖലകളിലും കടന്നുപോയി. അതിൻ്റെ പ്രൊഡക്ഷൻ ടീം, ഡയറക്ഷൻ ടീം, അതുപോലെ അത് കഴിഞ്ഞുള്ള പോസ്റ്റ് പ്രൊഡക്ഷനും പ്രീ പ്രൊഡക്ഷനും എല്ലാം കടന്നുപോയപ്പോൾ നമ്മുടെ നിസ്സഹായത എനിക്ക് മനസ്സിലായി. നമ്മൾ പാട്ട് കൊണ്ട് ചെല്ലുമ്പോൾ നമ്മുടെ പാട്ട് ആർക്കും വേണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നമ്മളൊരു സിനിമയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു സിനിമ തിയേറ്ററോ നല്ല സമയമോ കിട്ടണമെന്നുള്ള റിസ്ക് എനിക്ക് മനസ്സിലായി. ഇതിന് പൈസ മുടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമ്മുടെ മേഖലയല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് പാലായുടെ ഒരു പ്രത്യേക തൻ്റെ ഇടം നമുക്കുണ്ട്, അതില്ലെന്ന് പറയാൻ പറ്റിയില്ല. ഞാൻ ആദ്യം സംസാരിക്കുന്ന പെരുന്തോട്ടം പിതാവിനോടായിരുന്നു. പിതാവ് കൂടെ വന്ന ഒരു സമയത്താണ് ഇത് ചർച്ച ചെയ്യുന്നത്. അന്ന് നമ്മുടെ കയ്യിൽ 3 രൂപ പോലും കയ്യിലില്ല. എൻ്റെ സഭയുടെ മേലധ്യക്ഷനോട് ഞാൻ പറഞ്ഞു, പിതാവേ വലിയ ആഗ്രഹമുണ്ട്, കലാരംഗത്ത് ഇറങ്ങണം. അനേകം കൊച്ചുങ്ങൾ, നിങ്ങൾക്കറിയാവോ, ഞാൻ പോന്നപ്പോൾ എനിക്ക് 100% അറിയാം എന്തുമാത്രം കഴിവുള്ള കുട്ടികളെ വളർത്താൻ പറ്റുന്ന ഒരു മേഖലയായി സിനിമാ രംഗം എന്നുള്ളത്.
എഡിറ്റിംഗ് ആകട്ടെ, ക്യാമറ ആകട്ടെ, ആക്ടിങ് ആകട്ടെ, ഡബ്ബിംഗ് ആകട്ടെ, VFX ആകട്ടെ, 1000 സാധ്യതയുണ്ട്. നമ്മുടെ കൊച്ചുങ്ങൾ തടത്തിലച്ചൻ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത പ്രവാസത്തിൽ പോകാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിവുള്ളവർക്ക് അവർക്ക് അവിടെ നിന്ന് 10 പേർക്ക് പണി കൊടുത്തുകൊണ്ട് അവർക്ക് ജീവിക്കാനും നല്ല അഭിമാനത്തോടെ ജീവിക്കാനും നല്ല വരുമാനം ഉണ്ടാക്കാനും പറ്റുന്ന 100 സാധ്യതകളെ കണ്ട ഒരാളാണ് ഞാൻ. പക്ഷേ ആദ്യത്തെ ഒരു ചുവടുവെപ്പ് റിസ്ക് ആയിരുന്നു. നിങ്ങൾ ഓർക്കുന്ന റിസ്ക് ഒന്നുമല്ല ഞാൻ അനുഭവിച്ചത്. എന്നോട് ഇവിടെ ഇരുന്ന് വന്ന എൻ്റെ കൂട്ടുകാരി സുന്ദരിമാരെല്ലാം ചോദിച്ചു എങ്ങനെ ഇങ്ങനെ മെലിഞ്ഞെന്ന്. ഞാൻ പറഞ്ഞൊരു സിനിമ എടുത്താൽ മതി, തന്നെ മെലിഞ്ഞോളൂ എന്ന്. എങ്ങനെ മെലിഞ്ഞെന്ന് ചോദിച്ചാൽ മതി. മെലിയൊന്നുമല്ല, ബോധം കെട്ടി ചിലപ്പോൾ പോകും താഴോട്ട്. കാരണം എത്ര റിസ്ക്കാണെന്ന് നിങ്ങൾക്കറിയാം, കോടിക്കണക്കിന് രൂപ. എൻ്റെ കൂടെ 15 പേര്, അതിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ളവരാണ് പലരും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പലവട്ടം പേര് പറഞ്ഞു കഴിഞ്ഞു. 15 പേരും കൂടെ യാത്ര ചെയ്തു. ആദ്യമായിട്ടൊരു സംരംഭത്തിന് ഇറങ്ങുമ്പോൾ പൈസ തരണ ഇച്ചിരി പാടുണ്ട്. ചെറിയ പൈസയുമല്ല, 500 രൂപയുടെ കാര്യമല്ലേ ഇത്. ഇനിയും എന്തുമാത്രം റിസ്ക്കാണ് കിടക്കുന്നത്. ഈ പൈസ തിരിച്ചു പിടിക്കണം. CN ഗ്ലോബൽ എന്നുള്ളത് എന്നോട് സിനിമാ മേഖലയിലുള്ള പലരും എന്നോട് പറഞ്ഞു, നിങ്ങളൊരു സീലടിച്ചു ഉറപ്പിച്ചു. 300, 500, 100 കോടികളുടെ സിനിമ ഇറങ്ങുന്നിടത്ത് നമ്മുടെ ഈ ചെറിയ സിനിമ പിടിച്ചു നിന്നു. എന്തുകൊണ്ട് പിടിച്ചു നിന്നു? സഭയുടെ മുന്നിൽ ഞാൻ ചെന്നു, മേജർ ആർച്ച് ബിഷപ്പിൻ്റെ മുന്നിൽ ചെന്നു, കല്ലറങ്ങാട്ട് പിതാവിൻ്റെ മുന്നിൽ ചെന്നു, തടത്തിലച്ചൻ്റെ മുന്നേ വന്നു. ഒരുമാതിരി പിതാക്കന്മാരോട് മുഴുവൻ പറഞ്ഞു, വിശുദ്ധ കുർബാന അർപ്പിച്ചെന്നും പ്രാർത്ഥിച്ചു. ഇതിനിടയ്ക്ക് ഒരു ദിവസം ഷൂട്ടിങ് പോയാലോ, ഒരു അപകടം ഉണ്ടായാലോ, അല്ലെങ്കിൽ നമ്മൾ സിനിമ ഇറക്കുന്ന നേരത്തെ ഇവിടെ ഒരു പ്രകൃതി പ്രശ്നം വന്നാലോ, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നം വന്നാലോ ഒക്കെ ഈ സിനിമ മുങ്ങി ഇപ്പം കട്ടിൽ പെരയ്ക്കാതിരിക്കും. എത്ര പേരുടെ സിനിമ കോടികളായിട്ട് ഒന്നും ചെയ്യാൻ മേലാതിരിക്കുന്നു. ഇവിടെ പ്രാർത്ഥന മാത്രമായിരുന്നു ബലം എന്നുള്ളതിന് എനിക്കൊരു സംശയവുമില്ല. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മൾ തുടക്കം വിട്ടു. പാലാക്കാരും ചങ്ങനാശ്ശേരിക്കാരും കാഞ്ഞിരപ്പള്ളിക്കാരും ഒക്കെ ഒന്നിച്ച് നിന്നാൽ നമുക്ക് ഈ സിനിമാ ലോകത്തും കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും കഴിവുള്ളവരെ വളർത്തിയെടുക്കാൻ പറ്റും. അത് ആവശ്യമാണല്ലേ. 10-15 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്കൊന്നും കാണുകയില്ല, ഈ മേഖലകളിലൊന്നും നമ്മളാരും കാണിയല്ല. അതുകൊണ്ട് എൻ്റെ സ്നേഹം നിറഞ്ഞ അഭ്യർത്ഥന, ആദ്യം തന്നെ ഈ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം ഞാൻ വന്നതാണേ. അതിഭീകര റിസ്കിൽ കൂടെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക. റിസ്ക് എല്ലാം കഴിഞ്ഞൊന്നും ഓർത്തേക്കരുത്. ഓരോരുത്തർ ഓർത്ത് ഹൗസ്ഫുൾ എന്ന് പറഞ്ഞപ്പം എല്ലാം കഴിഞ്ഞു, ഇതെല്ലാം നേടിയെന്നൊന്നുമില്ല, ഒരിടത്തും എത്തിയിട്ടില്ല. ഡിസ്ട്രിബ്യൂഷൻ കമ്പനി നമുക്കില്ലല്ലോ, നമുക്ക് മ്യൂസിക് കമ്പനി ഇല്ലല്ലോ. ഇവിടെയുള്ള പൈസയുള്ള ചേട്ടന്മാരൊക്കെ അങ്ങനത്തെ പല പരിപാടിയുടെയൊക്കെ ചെയ്തു, ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട പണികൾ പലയിടത്തും നമ്മൾ ശൂന്യമാണ്. നിങ്ങളെല്ലാം ഒന്നിച്ച് നിൽക്കുന്നു, ചിന്തിക്കണം. ഇവിടം വരെയും എൻ്റെ സഭ, ഞാൻ ഇന്നലെയൊക്കെ എല്ലാ കുർബാനയിലും ഞാൻ ഓർത്തു, എൻ്റെ സഭയ്ക്ക് എന്നോട് എന്തുമാത്രം സ്നേഹമുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഇന്ന് വരെ സഭയുടെ ഒരു സംവിധാനങ്ങളെയും എൻ്റെ ഒരു നേട്ടത്തിന് ഉപയോഗിച്ച ആളല്ല. എവിടെ പോയി ശുശ്രൂഷ ചെയ്താലും വണ്ടിക്കൂലി അഴിച്ച് ഒന്നും വേണ്ടെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ ഈ 10-30 വർഷത്തെ യാത്രയിൽ. പക്ഷേ എൻ്റെ സഭ എനിക്കൊരാവശ്യം വന്നപ്പം, ഇതാണ് എൻ്റെ പ്രശ്നം, ഞങ്ങൾ 15 പേരിങ്ങനെ ഇറങ്ങി നിൽക്കുക എന്ന് പറഞ്ഞപ്പം ഒറ്റക്കെട്ടായിട്ട് സഭ കൂടെ നിന്നു, പ്രാർത്ഥിച്ചു. ദൈവത്തോടെ നന്ദി പറയാനുള്ളൂ. ഒരു വാക്കിൽ നന്ദി പറഞ്ഞാൽ ഇതാണ്, എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. ഇതെനിക്ക് പറയാനുള്ളൂ. ഒരിക്കൽ കൂടി നന്ദി. സായിച്ചായ, എൻ്റെ PDMA സുഹൃത്തുക്കളെ, എൻ്റെ തടത്തിലച്ഛൻ, എൻ്റെ ജോർജ് അച്ഛൻ, എല്ലാവരെയും, പ്രിൻസൊക്കെയാണ് ആൾക്കാരെ തിയേറ്റർ എടുത്ത് കൊണ്ടുപോകുമായിരുന്നു കേട്ടോ. ഇവിടെ ഇരിക്കുന്ന അതുപോലെ തന്നെ അഭിലാഷ്, ടെക്നിക്കൽ സർവീസിൽ എത്ര ലക്ഷം രൂപയുടെ വർക്ക് അഭിലാഷ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇതിനെല്ലാം പൈസ കൊടുക്കാതെ ഒത്തിരി കാര്യം നമുക്ക് സഹായമായിട്ട് ഒത്തിരി പേര് ചെയ്തത്, എന്നിട്ട് പോലും ഒരു വലിയ തുകയായി. ജോയ്ക്കറിയാം, ചങ്ങനാശ്ശേരി പ്രവാസി അപ്പസ്റ്റോലേറ്റൊക്കെ രാവും പകലും അവിടെ ചങ്ങനാശ്ശേരി ആൾക്കാരെ കയറ്റാൻ വേണ്ടി വർക്ക് ചെയ്യായിരുന്നു. പാലാരൂപത ഇപ്പോഴും 100, അതായത് എല്ലാ ദിവസവും ഹൗസ്ഫുള്ളിൽ പാലാ ഓടിക്കൊണ്ടിരിക്കുക. നിങ്ങളെല്ലാവരോടും പറയണം, 50 ദിവസമൊക്കെ എത്തിക്കണം നമുക്ക്. എന്നിട്ട് ആഘോഷം സന്തോഷമൊക്കെ വെക്കണം. നമ്മുടെ കൊച്ചുങ്ങളെ ആ മേഖലയിൽ വളർത്തിയെടുക്കണം, കഴിവുള്ളവരെ കൊണ്ടുവരണം. അസാന്നിധ്യമുള്ളിടത്ത് നമ്മുടെ സാന്നിധ്യം ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. അത് നല്ല ക്രിസ്തീയ മൂല്യങ്ങളുള്ള, അല്ലെങ്കിൽ സമൂഹത്തിനാണ് നമ്മളിപ്പോൾ കൊടുത്ത സന്ദേശം. ശരിക്കും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിംസും എല്ലാം പടം കാണുന്നുണ്ട്. കാരണം കുടുംബം, സ്നേഹം, നന്മ, അതിനുള്ള സംവിധാനങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി ദൈവം നമ്മളെ ഇനി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവർക്കും നന്ദി. താങ്ക് യു. സോറി, ഇനി അടുത്തതായിട്ട് കളറിംഗ് കോമ്പറ്റീഷൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ രാവിലെ കുട്ടികൾക്ക് വേണ്ടി ഇവിടെ വെച്ച് കളറിംഗ് കോമ്പറ്റീഷൻ നടത്തുകയുണ്ടായി. അതിൽ വിജയിച്ച കുട്ടികളെ നമ്മൾ ആദരിക്കുന്നതിനായി സമ്മാനദാനത്തിനായി ബഹുമാനപ്പെട്ട തടത്തിലച്ഛനെയും നെല്ലിക്കൽ അച്ഛനെയും സ്റ്റേജിലേക്ക് വിളിച്ചുകൊള്ളുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ കോർ ടീം മെമ്പേഴ്സായി കുര്യൻ ചേട്ടൻ, നൈജു, അതുപോലെ മാത്യൂസ്, അതുപോലെ ജോജോ,
അവരെ കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒന്നാം സമ്മാനം എൽസി, രണ്ടാം സമ്മാനം ടെസ, തേർഡ് പ്രൈസ് സക്രിയാസ് ടോംസൺ. പേര് ക്ലിയർ അല്ല, അവളുടെ പേര് എഴുതിയിരിക്കുന്നത്. ഓടിയോ. മൂന്നാം സമ്മാനം 2 പേർക്കുണ്ട്. ഇവാൻ ടോംസിനുമുണ്ട്. ഇവാൻ ടോംസ്. പ്രൊഫഷൻസി 2 പേർക്കുണ്ട്. ഏബൽ ആനറ്റ്. നിഹ ജോ. ഓക്കെ, താങ്ക് യു. ഇനി ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. അത് വേറൊന്നുമല്ല, എബി അങ്കിളുടെ മോണോ ആക്ട് ആണ്. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹപ്പെട്ട വൈദികരെ, പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ യൂദാസ് കറിയോത്ത. യേശു ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ ആ യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തു. ആ ഒരു രംഗം, യൂദാസിൻ്റെ അന്ത്യനിമിഷത്തെ ആ ഒരു രംഗം നമുക്ക് ഇവിടെ ഒന്ന് കാണാം. എല്ലാവരെയും വളരെ ഹാർദവമായി യൂദാസിൻ്റെ ആ അന്ത്യനിമിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 30 വെള്ളിക്കാശ് ഞാൻ കാശുകാരനായി. അല്ല, ഞാൻ എന്റെ ഗുരുവിനെ ഞാൻ വഞ്ചിച്ചു. എന്റെ ഗുരുവിനെ ഇല്ല, ഈ പണം എനിക്ക് വേണ്ട. ഞാൻ പാപിയാ. ഇല്ല, ഞാനിത് കൊണ്ടുപോയി ഞാൻ കൊണ്ടുപോയി കൊടുക്കും. ഞാൻ കയ്യാപ്പായ്ക്ക് കൊടുത്ത് ഞാൻ ആ കാലിൽ വീട് ഞാൻ മാപ്പപേക്ഷിക്കും. എന്നിട്ട് ഞാൻ എൻ്റെ ഗുരുവിനെ രക്ഷിക്കും. ഇല്ല, എനിക്കിത് വേണ്ട. കയ്യാപ്പാ ആരാ അത്? യൂദാസോ? എന്താ യൂദാസ്? നിന്നോട് ഇങ്ങോട്ട് വരല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? കയ്യപ്പ, എന്റെ ഗുരുവിനെ ഒന്നും ചെയ്യരുത്. എന്റെ ഗുരു പാവാ. എന്റെ ഗുരു എന്നെ ഇവിടം വരെ എത്തിച്ചേ. എന്റെ ഗുരുവിനെ ഒന്നും ചെയ്യരുത്. യൂദാസ്, നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഇങ്ങോട്ട് വരരുതെന്ന്? നിനക്ക് നിന്റെ ഗുരുവിനെ കാണണം അല്ലേ? നിനക്ക് നിന്റെ ഗുരുവിനെ കാണണം. അങ്ങോട്ട് നോക്ക്, ആ കാൽവരിമല കണ്ടോ? അവിടെയാണ് നിന്റെ ഗുരു. നിനക്ക് കാണണമല്ലേ? അവൻ ചത്തിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ കണ്ടോ, ആ മൂന്ന് ആണിമേൽ തൂങ്ങി കിടക്കുന്നത് കണ്ടോ? പോയി കാണ്. മരിക്കുന്നതിന് മുമ്പ് നിനക്ക് കാണാം. ഇല്ല കയ്യപ്പ, ഇല്ല, എന്റെ ഗുരുവിനെ ഒന്നും ചെയ്യരുത് കയ്യപ്പ. ഞാൻ നശിച്ചവനാ. ഇതാ നിന്റെ പണം. നിനക്ക് ഞാൻ 30 വെള്ളിക്കാശ് ഞാൻ ഇടിത്തന്നല്ലേ? നീ
എന്താണ് കൽപ്പിച്ചാലും നമുക്ക് ഈ പണത്തിന്റെ ആവശ്യമില്ല. ഇത് എന്ത് ചെയ്യണം? ഇത് രക്തത്തിന്റെ പണമാണല്ലോ. നമുക്കതുകൊണ്ട് ഇത് നമുക്ക് ആ കുശവന്റെ പറമ്പ് മേടിച്ചാലും അവിടെ നമുക്ക് ആളുകളെ അടക്കുകയും ചെയ്യാം. വളരെ നല്ല തീരുമാനം. നീ എന്താണെങ്കിൽ ചെയ്തുകൊള്ളൂ. ഇല്ല, എന്റെ ഗുരുവിനെ ഒന്നും ചെയ്യരുത്, എന്റെ ഗുരുവിനെ ഒന്നും ചെയ്യരുത് പ്ലീസ്. യുദാസ് കടന്നു പോകൂ, ഇല്ലെങ്കിൽ അവിടെ കണ്ടോ, അത് തന്നെയായിരിക്കും നിന്റെയും അവസ്ഥ. എന്റെ ഗുരു, എന്റെ ഗുരു, എന്റെ ഗുരു. പത്രോസ്, പത്രോസ്, ഞാൻ എന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തു. പത്രോസ്. യൂദാസ്, നീ എന്താണ് ചെയ്തത്? നമ്മുടെ ഗുരു, നമ്മളെ ചേർത്ത് നിർത്തിയ നമ്മുടെ ഗുരു, സ്നേഹിക്കാൻ പഠിപ്പിച്ച നമ്മുടെ ഗുരു, ക്ഷമിക്കാൻ പഠിപ്പിച്ച നമ്മുടെ ഗുരു, നീ നമ്മുടെ ഗുരുവിനെയാ വെറും 30 വെള്ളിക്കാശിന്, നീ വെറും 30 വെള്ളിക്കാശിന് നീ ഒറ്റ കൊടുത്തില്ലേ? നമ്മുടെ ഗുരു ക്ഷമിക്കില്ല. നീ ചെയ്തത് വലിയ തെറ്റാ. പത്രോസ്, നീ പറഞ്ഞതെല്ലാം ശരിയാ. പക്ഷേ നീ ആരെയാ ഉപദേശിക്കുന്നേ? എന്നെയോ? നീ ഇന്നലെ രാത്രിയിലും ഒരു സ്ത്രീയുടെ മുമ്പിൽ 3 തവണ ഈ പറഞ്ഞ ഗുരുവിനെ നീ എതിർത്ത് പറഞ്ഞില്ലേ? നീ അറിയില്ലെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നമ്മൾ രണ്ടുപേരും ചെയ്തത് ഒരേ തെറ്റ്, ഒരേ തെറ്റ്. നമ്മൾ രണ്ടുപേരും മരണത്തിന് അർഹനാ. നമുക്ക് മരിക്കാം. ഇല്ല യൂദാസ്, അങ്ങനെ ചെയ്യരുത്. നമ്മുടെ ഗുരു നമ്മളെ ക്ഷമിക്കാൻ പഠിപ്പിച്ചവനാണ്. നമ്മുടെ തെറ്റ് നമുക്ക് അവിടുത്തോട് അവിടുത്തെ കാലിന്മേൽ വീണ് ക്ഷമ ചോദിക്കാം. അവിടുന്ന് ക്ഷമിക്കും. മരണം ഒന്നിന് പരിഹാരമല്ല. പ്ലീസ്, അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഗുരുവിനോട് നമുക്ക് ക്ഷമ ചോദിക്കാം. ഇല്ല പത്രോസ്, ഇല്ല, ഞാൻ തെറ്റുകാരനാ, ഞാൻ തെറ്റുകാരനാ. നീ വരുന്നു, നമുക്ക് മരിക്കാം. എനിക്ക് മരിക്കണം, എനിക്ക് മരിക്കണം. എന്റെ ഗുരുവിന് മുമ്പേ ഞാനും പോണം. ഇല്ല, ഞാൻ മരിക്കണം. നമ്മുടെ മുൻപിൽ 2 ആൾക്കാരെയാണ് ഞാൻ അവതരിപ്പിച്ചത്. ഒന്ന് പത്രോസും ഒന്ന് യൂദാസും. അതെ, ക്ഷമ ചോദിച്ച് ചെയ്ത തെറ്റ് 2 പേരും തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അതിൽ ഒരാൾ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞു, പത്രോസ്. അത് സഭയുടെ തലവനായി. അതേപോലെ തന്നെ യൂദാസ് തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞില്ല, അതുകൊണ്ട് അവൻ പോയി നാശത്തിലേക്കും പോയി. നമുക്കും നമ്മുടെ ജീവിതത്തിലും തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കാം. നമുക്കും ദൈവത്തോട്, യേശുവിനോട് മാപ്പപേക്ഷിച്ച് നമുക്കും ദൈവത്തിൻ്റെ കൂടെ അവിടുത്തെ കൈപിടിച്ച് മുമ്പോട്ട് പോകാനായിട്ട് നമുക്കും സാധിക്കട്ടെ. താങ്ക് യു. ഓക്കെ, നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്ന ചെണ്ടമേളമാണ് ഇനി നമുക്ക് അടുത്തതുള്ളത്. പ്രകൃതിയുടെയും ചരാചരത്തിൻ്റെയും താളമാണ് നമ്മൾ ഈ ചെണ്ടമേളത്തിലൂടെ കാണാനും ആസ്വദിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഈ ചെണ്ടമേളം PDMA UAE കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ നേതൃത്വത്തിലാണ് അരങ്ങേറുന്നത്. അതോടൊപ്പം നമുക്ക് ആസ്വദിക്കുകയും അതിനെ കാണുകയും ചെയ്യാം.
പ്രത്യേകിച്ചും അവർ എങ്കിലും കുറേ സമയം കണ്ടെത്തി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊന്നും ഇത്രയും നേരം ആയിരുന്നു. നമുക്ക് മെസ്സേജുകൾ തന്നു, നമുക്ക് വേണ്ടി മുന്നിൽ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അച്ഛാ, നെല്ലിക്കലച്ച, തലത്തിലച്ച, നിങ്ങളുടെ സാമീപ്യത്തിന്, നിങ്ങളുടെ ഈ സാന്നിധ്യത്തിന് അതിന് ഞങ്ങൾ ഹൃദയംഗമമായ നന്ദി പറയുന്നു. കൂടാതെ രണ്ടാമത്തെ ഞാൻ നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഓരോരുത്തർക്കുമാണ്. കാരണം നിങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കൂട്ടായ്മ, അല്ലെങ്കിൽ നമ്മൾ ഉള്ളത് കൊണ്ടാണ് ഈ കൂട്ടായ്മ ഇങ്ങനെ നിലനിൽക്കുന്നത്, അല്ലേ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങൾ കോർ ടീം മെമ്പേഴ്സിൻ്റെ പേരിൽ നന്ദി പറയുകയാണ്. രണ്ടാമത് നന്ദി പറയേണ്ടത് ഒത്തിരി പേരുണ്ട്. നമ്മുടെ സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്തിരുന്ന സൈമൺ ചേട്ടനും കുടുംബവും, പിന്നെ നമുക്ക് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അറേഞ്ച് ചെയ്യുന്ന ചായൻസ് റെസ്റ്റോറൻറ്റ് മുതലായ എല്ലാവർക്കും, കൂടാതെ സ്പോൺസേഴ്സിനും കൂടി നന്ദി പറഞ്ഞ് മതിയാവുകയുള്ളൂ. കാരണം അവരുടെയും കൂടി ഒരു സഹായത്തോടെയാണ് നമ്മൾ ഇത്രയും നേരം ഈ ഒരു മനോഹരമായ സൗണ്ടിലും കളറിലും ഒക്കെ ആയിട്ട് നമ്മളിവിടെ ആയിരുന്നത്. അവരെയും ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. ബാക്കി സാജു ചേട്ടൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട വൈദികർക്ക് നമ്മുടെ ഒരു സ്നേഹോപഹാരം നമ്മൾ കൊടുക്കുന്നു. ദയവായിട്ട് അച്ഛന്മാരെ നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുക.